2022 IPL പരസ്പരം ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിൽ 3ലും രാജസ്ഥാൻ പരാജയപ്പെട്ടിരുന്നു. അതിൽ രാജസ്ഥാന് മറക്കാനാവാത്തത് 2022 ഫൈനൽ പോരാട്ടമാണ്. അന്ന് ഇതേ ഗ്രൗണ്ടിൽ രാജസ്ഥാൻ നേടിയ 130 റൺസ് വെറും 18.1 ഓവറിൽ പാണ്ഡ്യയുടെ ടീം മറികടന്ന് കന്നി കിരീടം ചൂടിയിരുന്നു. ജോസ് ബട്ട്ലർ മാത്രമാണ് ഗുജറാത്തിനെതിരെ മികച്ച ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. മികച്ച ഫോമിൽ കളിക്കുന്ന ശുഭ്മാൻ ഗില്ല്, സായ് സുദർശൻ എന്നിവരും, മധ്യനിരയിൽ ഡേവിഡ് മില്ലർ, ഹാർദിക് പാണ്ഡ്യ, വിജയ് ശങ്കർ എന്നിവരും ഗുജറാത്തിന്റെ കരുത്താണ്. ബൗളിംഗിൽ മുഹമ്മദ് ഷമി, അൽസാരി ജോസഫ്, റാഷിദ് ഖാൻ തുടങ്ങി ശക്തമായ പേസ് സ്പിൻ കോമ്പിനേഷനും അവർക്കുണ്ട്. റാഷിദ് ഖാന്റെ ക്യാപ്റ്റൻസിയിൽ കൊൽക്കത്തയ്ക്കെതിരെ നടന്ന മത്സരത്തിലാണ് ഗുജറാത്ത് തോൽവി വഴങ്ങിയത്. രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നാൽ ചെന്നൈയെ മനോഹരമായ പോരാട്ടത്തിലൂടെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് സഞ്ജുവും കൂട്ടരും. ഓപ്പണിംഗ് ബട്ട്ലറുടെ കൈകളിൽ സുരക്ഷിതമാണെങ്കിലും സഞ്ജു സാംസൺ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ബാറ്റിംഗിൽ നിരാശ സമ്മാനിച്ചിരുന്നു. 3-ാം നമ്പറിൽ കളിച്ച പടിക്കൽ ട്രാക്കിലേക്ക് തിരികെ എത്തുന്ന ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞു. ബൗളിംഗിൽ അശ്വിൻ ചാഹൽ സ്പിൻ കരുത്താണ് രാജസ്ഥാന്റെ ശക്തി. അടുത്ത മാച്ചിൽ ട്രെന്റ് ബോൾട്ട് തിരികെ എത്തുന്നതോടെ പേസ് ആക്രമണവും കടുക്കും. ഏപ്രിൽ 16 ഞായറാഴ്ച രാത്രി 7:30 മത്സരം.